force acting on the body is equal to mass into acceleration. Okay, so മോഷന്റെ ഡയറക്ഷനിലുള്ള ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? മാസ് ഇൻറ്റു ആക്സിലറേഷന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇന്നലെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൊറിസോണ്ടൽ സിംഗിൾ ബോഡി ഓൺ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഓക്കെ, സോ നിങ്ങൾക്ക് ഫൈനൽ ഫോഴ്സ് ഒക്കെ ഇന്നലെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വരുന്ന ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സിംഗിൾ ബോഡി ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഓക്കെ, PPT വിസിബിൾ അല്ലേ? Okay, so write down the question. A body of mass 50 kg slides down a rough inclined plane whose inclination to the horizontal is 30 degree. If the coefficient of friction between the plane and the body is 0.4, determine the acceleration of the body. Okay, so എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? Consider a body of mass 50 kg. Okay, it is placed on an inclined plane. Okay, and inclination of the plane is 30 degree. Okay, figure la ningalku കാണാൻ പറ്റും. Okay, then coefficient of friction തന്നിട്ടുണ്ട്. Mu between the plane and the body is 0.4. Okay, so mu is given. Then determine the acceleration of the body. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ഈ ബോഡി ഒരു ഇൻക്ലൈൻ പ്ലെയിനിൽ ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ബോഡീൻ്റെ മോഷൻ എങ്ങോട്ടായിരിക്കും? ഇത് ഈ ഒരു സ്പേസ് പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ഡൗൺവേർഡ് ഡയറക്ഷനിലല്ലേ മൂവ് ചെയ്യുക? ഇൻക്ലൈൻ പ്ലെയിനിലാണ്, സപ്പോർട്ട് ഒന്നും കൊടുത്തിട്ടില്ല. സോ ഇറ്റ് വിൽ മൂവ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, സ്ലോപ്പിലാണ് ബോഡി ഉള്ളത്. Okay, so motion is in downward. Okay, so നമുക്കിത് എങ്ങനെ ചെയ്യാം? First of all, we have to draw the free body diagram. Okay, so inclined plane ആണ്. Inclined plane ചെയ്യുമ്പം ആദ്യം parallel ആയിട്ട് perpendicular ആയിട്ട് y ആയിട്ടും വരയ്ക്കും. So draw the plane and y axis perpendicular to the mark ചെയ്യാം. ഫസ്റ്റ് നമുക്ക് weight മാർക്ക് ചെയ്യാം. Okay, here mass ആണ് തന്നിരിക്കുന്നത്. സോ വെയിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം W is equal to mg ആണ്. ഓക്കെ, സോ ഫസ്റ്റ് മാർക്ക് W. Okay, then it rests on inclined plane, so there will be reaction from the plane. Okay, so next mark the reaction Rn perpendicular to the plane. Okay, so weight mark ചെയ്തു, റിയാക്ഷൻ മാർക്ക് ചെയ്തു. ദെൻ ഇനി എന്താ മാർക്ക് ചെയ്യണ്ടേ? സോ ഈ ബോഡി ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെച്ചേക്കുവാണ്. സോ ഇത് ഇവിടുന്ന് റിലീസ് ചെയ്താൽ താഴോട്ടേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.4 തന്നിട്ടുണ്ട്. ഓക്കെ, സോ അപ്പം മനസ്സിലാക്കുക ഫ്രിക്ഷണൽ ഫോഴ്സും കൂടി ഇതിൽ കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ഡ്രോ ദി ഫ്രിക്ഷണൽ ഫോഴ്സ്. മോഷൻ ഡൗൺവേർഡ് ആണ്, സോ ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, frictional force F is equal to mu Rn. Mu is 0.4. Okay, so 0.4 Rn. Okay, then ഈ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് ആക്സിസും വൈ ആക്സിസും നോക്കുക. എക്സ് ആക്സിസ്
ഇൻക്ലൈൻഡ് പ്ലെയിൻ പാരലൽ ആയിട്ട് വരച്ചിട്ടാ ഉള്ളത്. സോ എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദി എക്സ് ആക്സിസ്. ഓക്കെ, സോ ഈ വെയിറ്റ് വൈ ആക്സിസുമായിട്ട് ഇൻക്ലൈൻഡ് ആയിട്ട് കിടക്കുക. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്, നമ്മൾ ഓൾറെഡി ഇൻക്ലൈൻഡ് പ്ലെയിനുള്ള പ്രോബ്ലംസ് ചെയ്തതാണ്. സോ ദിസ് ആംഗിൾ വിൽ ബി 20 ഡിഗ്രി because 30 degree. Inclination of the plane is given 30. Okay, so this angle also will be 30 degree. Okay, so നമുക്കറിയാം വെയിറ്റ് ഇൻക്ലൈൻ ഫോഴ്സ് ആയിട്ടാണ് ഉള്ളത് ആക്ട് ചെയ്യുന്നത് ഇവിടെ. സോ അതിനെ റിസോൾവ് ചെയ്യണം. ഓക്കെ, സോ ഇത് തേർഡ് ക്വാഡ്രന്റിലേക്ക് ഞാൻ വരക്കുവാണ്. W. Okay, and this angle will be make 30 degree with the vertical. Okay, then resolve this force into horizontal and vertical component. Okay, okay, resolve ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഞാൻ ജസ്റ്റ് റിസോൾവ് ചെയ്ത് ഇവിടെ എഴുതുന്നതാണ്. ഓക്കെ, സോ ദിസ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് വിൽ ബി W sin 30. And vertical component will be W cos 30. ഓക്കെ, സോ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു, ഇൻക്ലൈൻ ഫോഴ്സിനൊക്കെ റിസോൾവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. എന്തായിരുന്നു? മൂവിങ് ബോഡി ആണ്. സോ നിങ്ങൾ നോക്കുക, മോഷൻ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. എക്സ് ഡയറക്ഷനിലാണ് ഇതിന് മോഷൻ ഉള്ളത്. ദെൻ വൈ ഡയറക്ഷൻ, വെർട്ടിക്കൽ ഡയറക്ഷനിൽ മോഷൻ ഒന്നുമില്ല, ബോഡി താഴോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഒരു മൂവിങ് ബോഡിന്റെ കേസിൽ മോഷൻ ഇല്ലാത്ത ഡയറക്ഷനിലുള്ള ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് വി ക്യാൻ ഇക്വേറ്റ് ടു 0. ഓക്കെ, സോ ദാറ്റ് ഈസ് സിഗ്മ Fi ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ നമുക്ക് നോർമൽ സൈൻ കൺവെൻഷൻസ് യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് നമുക്ക് വെർട്ടിക്കൽ ഡയറക്ഷനിലെ ഫോഴ്സിന്റെ സൈൻ എങ്ങനെയാണ് നോക്കുന്നത്? അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവും ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കുക, വൈ ഡയറക്ഷനിൽ ഏതൊക്കെ ഫോഴ്സ് ഉണ്ടെന്ന്. റിയാക്ഷൻ Rn ഉണ്ട്, അതേപോലെ വെയിറ്റിന്റെ കമ്പോണന്റ് W cos 30 ഉണ്ട്. cos alpha കൊടുത്ത് cos 30 and we know the angle. Okay, W cos 30. Okay, so Rn cos ആണ്, cos 30 ആണ്. സോ അതിന് നെഗറ്റീവ് സൈൻ കൊടുക്കാം. ഇവിടെ നമുക്ക് മാസിന്റെ ടേമിലാ തന്നെ. സോ ഡബ്ല്യുവിന് mg ഇടാം, equal to mg. Mass of the block is given. Okay, so നമ്മൾ വെയിറ്റിന്റെ ടേമിലാണ് എഴുതുന്നത്. W cos 30 equal to 0 or Rn minus mg cos 30 equal to 0. Okay, from that you will get Rn equal to mg cos. Okay, so vertical direction motion ഇല്ലാത്തതുകൊണ്ട് total force equal to 0 എന്ന് എഴുതാം. Okay, then ഇതിന്റെ മോഷൻ എക്സ് ഡയറക്ഷനിലാണ്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മോഷൻ ഉണ്ട്, കാരണം ബ്ലോക്ക് താഴോട്ടേക്ക് വീഴുന്നതാണ്. ഓക്കെ, ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ അടുത്ത ഫോഴ്സ് നമുക്ക് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സിലറേഷൻ. ഓക്കെ, സിഗ്മ എഫ് എക്സ് ഫോഴ്സ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, അതായത് ഇവിടുത്തെ എക്സ് ആക്സിസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ബ്ലോക്ക് ഇൻ ടു ആക്സിലറേഷൻ ഓഫ് ദ ബ്ലോക്ക്. ഓക്കെ, ഓക്കെ, സോ ഇവിടെ എക്സ് ഡയറക്ഷനിൽ ഏതൊക്കെ ഫോഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഉണ്ട്, ഓൾസോ വെയിറ്റ് W sin 30. ഓക്കെ, ഇവിടെ W sin 30 and frictional force. Okay, so
ഇവിടെ സൈൻ കൺവെൻഷൻ എങ്ങനെ എടുക്കണ്ടേ? മോഷന്റെ ഡയറക്ഷനിൽ സൈൻ കൺവെൻഷൻ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? മോഷന്റെ സെയിം ഡയറക്ഷനിലുള്ള ഫോഴ്സ് പോസിറ്റീവ് ആയിട്ട് എടുക്കണം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഫോഴ്സിന് നെഗറ്റീവ് കൊടുക്കണം. ഇവിടെ നിങ്ങൾ നോക്കുക, ബോഡി താഴോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്, ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, സോ ഈ എക്സ് ആക്സിൽ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കുള്ള ഫോഴ്സ് ഒക്കെ പോസിറ്റീവ് സൈൻ കൊടുക്കുക, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഡബ്ല്യു സൈൻ 30 മോഷന്റെ സെയിം ഡയറക്ഷനിലാണ് അതിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ, ഡബ്ല്യു സൈൻ 30. ഓക്കെ, സോ അതിന് പോസിറ്റീവ് വാല്യൂ. ഫ്രിക്ഷന്റെ സൈൻ നോക്കുക, അത് അപ്വേർഡ് ഡയറക്ഷനിലാണ്, മോഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള. ഓക്കെ, സോ അതിന് നെഗറ്റീവ് സൈൻ കൊടുക്കണം. സോ W sin 30, W here is taken as mg, sin alpha അല്ല 30. Okay, minus frictional force mu Rn equal to mass into acceleration. We know what is Rn, mg cos 30. Okay, to substitute value of Rn. Okay, so mg sin t ഇവിടെ ചേഞ്ച് ചെയ്യണേ, അതല്ല നമുക്ക് വാല്യൂ plus mu. Substitute value for Rn. Rn is mg cos 30. Okay, equal to mass into acceleration. Okay, or the acceleration of the body. Okay, so acceleration ഇതിന്റെ അകത്ത് കണ്ടുപിടിച്ചൂടെ? From this equation acceleration equal to m ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം, ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാം. Okay, so mg sin 30 minus mu mg cos 30 divided by m. ഇവിടെയൊക്കെ 30 എഴുതണേ. Okay, so you can cancel this m. Okay, so acceleration equal to g sin 30 minus mu g cos alpha cos 30. Okay, so value for g is 9.81, acceleration due to gravity. Okay, so 9.81 into sin 30 minus mu is 0.4 into g, 9.81 into cos 30. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്താൽ ആക്സലറേഷൻ കിട്ടും. നമ്മൾ സെക്കൻഡ് മോഡ്യൂളൊക്കെ പഠിച്ച ആ സെയിം മെത്തേഡ് തന്നെയാണ് വെർട്ടിക്കൽ ഫോഴ്സും ഹൊറിസോണ്ടൽ ഫോഴ്സും കണ്ടുപിടിക്കുക. ഇവിടെ നിങ്ങൾ മോഷനിലുള്ള ഡയറക്ഷനിലുള്ള ഫോഴ്സ്, ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കില്ല. ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു എം എന്നുള്ള ഇക്വേഷൻ വേണം അവിടെ അപ്ലൈ ചെയ്യാൻ. വെർട്ടിക്കൽ ഡയറക്ഷനിൽ ടോട്ടൽ ഫോഴ്സ് നിങ്ങൾക്ക് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, ആക്സലറേഷൻ എത്ര വരുന്നത്? എനിവൺ? (1.51 meter per second square). ഓക്കെ, അതുപോലെ സൈൻ എടുക്കുമ്പോൾ, ഫോഴ്സിന്റെ സൈൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഫോഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ച പോലെ തന്നെ കൊടുക്കാം. ദെൻ മോഷന്റെ ഡയറക്ഷനിൽ ഫോഴ്സ് എടുക്കുമ്പോൾ മോഷന്റെ അതേ ഡയറക്ഷനിലെ ഫോഴ്സിന് പോസിറ്റീവ് സൈനും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതിന് നെഗറ്റീവ് സൈനും എടുക്കണം. ആ ഒരു ഡിഫറൻസ് ഇതിൽ വരും. ഓക്കെ, സാന്ദ്ര മാത്രമേ ക്ലാസ്സിലുള്ളൂ, ബാക്കിയുള്ളവരോ ചെയ്തോ? കിട്ടിയോ? ഇപ്പൊ റിപ്ലൈ ചെയ്യുന്നവർക്ക് ഞാൻ അറ്റൻഡൻസ് തരുന്നുള്ളേ.
ഓക്കെ, സോ ഇത് ക്ലിയർ ആയല്ലോ. ഹൊറിസോണ്ടൽ ആണെങ്കിലും ഇൻക്ലൈൻ പ്ലെയിനിൽ വരുവാണെങ്കിലും നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള തന്നെയാണ്. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക, ഫോഴ്സ് കണ്ടുപിടിക്കുക, ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം ഇൻക്ലൈൻ പ്ലെയിനിൽ വരുന്നത്. ഓക്കെ, റൈറ്റ് ഡൗൺ ദി ക്വസ്റ്റ്യൻ. Two blocks A and B are held stationary 10 meter apart on a 20-degree inclined plane. ഓക്കെ, സോ നിങ്ങൾക്ക് ഫിഗർ തന്നിട്ടുണ്ട്. രണ്ട് ബ്ലോക്ക് കാണാൻ പറ്റുന്നുണ്ട്, ബ്ലോക്ക് എ ആൻഡ് ബ്ലോക്ക് ബി. ഓക്കെ, ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ an inclined plane of inclination 20 degree. ഓക്കെ, 20 ഡിഗ്രി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ രണ്ട് ബ്ലോക്കിലും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് 10 മീറ്റർ. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബ്ലോക്ക് ഈസ് 10 മീറ്റർ. ഓക്കെ, അതിങ്ങനെ ഇൻക്ലൈൻ പ്ലെയിനിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ plane and the block A is 0.3. Okay, so mu between plane, inclined plane and the block A is 0.3. Okay, അതും കാണിച്ചിട്ടുണ്ട് ഇവിടെ. Then while it is 0.2 between block and B and the plane. Okay, so mu between the block B and the plane is 0.2. Okay, if the blocks are released simultaneously, calculate the time taken and the distance traveled by each block before they are at the verge of collision. Okay, so എന്താണ് കണ്ടീഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? ഇത് രണ്ട് ബ്ലോക്ക് ഈ പ്ലെയിനിന്റെ മേലെ പ്ലേസ് ചെയ്തേക്കുവാണ്, തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് അത് റിലീസ് ചെയ്താൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് രണ്ടും കൂടി കൊളൈഡ് ചെയ്യുക? ദെൻ ആ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത ടൈം, എത്ര ടൈം ട്രാവൽ ചെയ്തു ശേഷമാണ് അത് കൊളൈഡ് ചെയ്യുന്നത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ബ്ലോക്കും താഴോട്ടേക്ക് മൂവ് ചെയ്യും അല്ലേ? ബ്ലോക്ക് എ വിൽ മൂവ് ഡൗൺവേർഡ് ആൻഡ് ബ്ലോക്ക് ബി ഓൾസോ മൂവ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. ഓക്കെ, സോ ബി കുറച്ചുകൂടി സ്പീഡ് ആയിരിക്കും മൂവ് ചെയ്യുക. സോ കുറച്ച് താഴെ പോയി കഴിഞ്ഞാൽ രണ്ടും കൂടി കൊളൈഡ് ചെയ്യും. ഓക്കെ, സോ ഫ്രം ഈ പോയിന്റ് എത്ര ഡിസ്റ്റൻസ് ഇറ്റ് വിൽ ട്രാവൽ, ദെൻ അതിനെടുത്ത ടൈം, എത്ര ടൈം കഴിഞ്ഞിട്ട് അത് കൊളൈഡ് ചെയ്യുന്ന രണ്ട് ബ്ലോക്കും, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻസ് ഒക്കെ യൂസ് ചെയ്ത് ഡിസ്റ്റൻസ് ഒക്കെ കാണാൻ ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആദ്യം ഈ ബ്ലോക്കിന്റെ ഫ്രീ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ആക്സിലറേഷൻ കാണാൻ നമ്മൾ ആദ്യം ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കോ. രണ്ട് ബ്ലോക്ക് ഉണ്ട്, രണ്ട് ബ്ലോക്കും സെപ്പറേറ്റ് ആയിട്ട് ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് ഇതിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, okay, so first we can draw the free body diagram of block A. ഇപ്പൊ നമ്മൾ വരച്ചത് തന്നെയാണ്, സിംഗിൾ ബോഡിന്റെ ഇപ്പൊ ചെയ്തില്ലേ, അതേപോലെ അതിന്റെ വെയിറ്റും അതേപോലെ ഫ്രിക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്, ഫ്രിക്ഷൻ ഓഫ് ഫോഴ്സും ഒക്കെ മാർക്ക് ചെയ്യാം. ഓക്കെ, സോ കൺസിഡർ ദി ബ്ലോക്ക് എ. So first step, draw the x and y axis. X-axis parallel to the plane and y-axis perpendicular to the plane. Okay, and this angle will be 20 degree. Okay, so weight in a third quadrant like produce ചെയ്യാം. This will be 20 degree and resolve this weight into horizontal and vertical component. Okay, WA cos 20, then this will be WA, weight of block A, WA sin 20.
Okay. Then mark the reaction. Okay. There will be reaction from the plane. Okay. So mark Rn. Rna. Okay. Here I am considering the block K. So mark it as Rna. Okay. So weight mark ചെയ്തു, reaction mark ചെയ്തു. So ഈ ബ്ലോക്ക് റിലീസ് ചെയ്തപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കുമല്ലോ മൂവ് ചെയ്യുക. ഇൻക്ലൈൻ പ്ലെയിൻ ആയതുകൊണ്ട് താഴോട്ടേക്ക് അത് വീഴും ബ്ലോക്ക്. സോ മോഷൻ ഈസ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ. Okay. So frictional force will be opposite to the motion. Okay. So mark the frictional force at the contact surface. Okay. F frictional force F is equal to mu Rn. Okay. Mu between block A and plane is 0.3. Okay. It is given in question. So 0.3 Rn. ഓക്കെ. സോ എല്ലാ ഫോഴ്സും മാർക്ക് ചെയ്തില്ലേ? ഇനി എന്ത് ചെയ്യുക? ഫോഴ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. മോഷൻ ഉള്ളത് എക്സ് ഡയറക്ഷനിലാണ്. വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഈ ബ്ലോക്കിന് മോഷൻ ഒന്നുമില്ല. ഓക്കെ. സോ ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും നമുക്ക്. ഓക്കെ. ദാറ്റ് ഈസ് സിഗ്മ Fi ഈക്വൽ ടു 0. ഓക്കെ. ഇവിടെ സൈന് നമുക്ക് സാധാരണ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യാം. അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവ്, ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവ്. ഓക്കെ. സോ വൈ ഡയറക്ഷനിൽ ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്? ഓക്കെ. Rna and Wa cos 20. Okay. So Rna will be positive and W cos 20 will be negative. Okay. So Rna minus weight of block A is given 250 Newton. ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, ഫിഗറിൽ ഉണ്ടായിരുന്നു. ഓക്കെ. സോ 250 ഇൻറ്റു കോസ് 20. തീറ്റ നമുക്കറിയാം. ഓക്കെ. സോ കോസ് 20. Okay. From that Rna equal to 250 cos 20. Okay. 250 cos 20. Okay. Then horizontal force equate ചെയ്തു. ഇതേപോലെ vertical direction y direction ഫോഴ്സ് എന്തായിരിക്കും? സോറി, vertical force ആണ് നമ്മൾ ഇക്വേറ്റ് ചെയ്തത്. കാരണം vertical direction മോഷൻ ഇല്ലാത്തതുകൊണ്ട് ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ദെൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എക്സ് ഡയറക്ഷനിൽ ഇതിന് മോഷൻ ഉണ്ടല്ലേ? അതായത് എക്സ് ആക്സിസ് നോക്കി ആ ഡയറക്ഷനിലാണ് ബോഡി മൂവ് ചെയ്യുന്നത്, ഡൗൺവേർഡ് ഡയറക്ഷനിൽ. ഓക്കെ. സോ ആ ഡയറക്ഷനിലെ ഫോഴ്സിന്റെ സൈൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, എങ്ങോട്ടാണോ ബോഡി മൂവ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിലെ ഫോഴ്സ് പോസിറ്റീവും അതിന് ഓപ്പോസിറ്റ് ഉള്ള ഫോഴ്സ് നെഗറ്റീവും കൊടുക്കാം. ഓക്കെ. സോ ടോട്ടൽ ഫോഴ്സ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഈക്വൽ ടു മാസ് ഇൻടു ആക്സലറേഷൻ. ഓക്കെ. സിഗ്മ Fx equal to mass of block MA into acceleration of the block AA. Okay. So here total force ബ്ലോക്ക് താഴോട്ടേക്കാ മൂവ് ചെയ്യുന്നത്. സോ എക്സ് ആക്സിൽ മാർക്ക് ചെയ്ത ഫോഴ്സ് നോക്കി നിങ്ങൾ WA sin 20 ഉണ്ട്. ഓക്കെ. സോ അത് മോഷന്റെ സെയിം ഡയറക്ഷനിലാണ് ഉള്ളത്. സോ അതിന് പോസിറ്റീവ് കൊടുക്കാം. മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോ അതിന് നെഗറ്റീവ് സൈൻ കൊടുക്കാം. ഓക്കെ. ഇതാണ് ഇവിടെ എഴുതിയത്. 250 sin 20 മൈനസ് mu Rna ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ. ഓക്കെ. ഡയറക്ഷനിലെ ഫോഴ്സ് ഈക്വൽ ടു MA ആയിരിക്കും, നോട്ട് ഈക്വൽ ടു 0 ആസ് പെർ ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഓക്കെ. സോ ഇതിലെല്ലാ വാല്യൂസ് അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആക്സിലറേഷൻ കിട്ടും. ഓക്കെ. 250 sin 20 minus mu is 0.3. Rna we got as
250 cos 20 equal to mass into acceleration. Okay, so ഞാൻ എഴുതുകയാണ് ഇവിടെ 250 sin 20 minus 0.3 RNA equal to mass. Weight is given, weight is 250 Newton. Okay, so mass 250 by 9.81. Okay, because W is equal to mg. Okay, so m equal to W by g. Okay, ക്വസ്റ്റ്യനിൽ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് എഴുതേണ്ടത്. ഓക്കെ, സോ മാസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ W by g ചെയ്താൽ മതി. ഓക്കെ, ഇൻറ്റു ആക്സലറേഷൻ. ഹിയർ ആക്സലറേഷൻ ആണ് അൺനോൺ വാല്യൂ, ബാക്കിയെല്ലാം നോൺ ആണ്. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ആക്സലറേഷൻ ഓഫ് ബ്ലോക്ക് എ കിട്ടും. ഓക്കെ, RNA ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? 250 cos 20. ഓക്കെ, സോ 250 sin 20 minus mu is 0.3 into 250 cos 20 equal to 250 by 9.81 into acceleration of the block A. Okay, ഇത് സോൾവ് ചെയ്താൽ ആക്സലറേഷൻ കിട്ടും. ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് അറിയുന്നതാ. എത്ര വരുന്നത്? എനിവൺ? ആക്സലറേഷൻ എത്ര വരുന്നത് ഓഫ് ബ്ലോക്ക് എ? 0.58. Okay, okay, approximately 0.59 meter per second square. Okay, so acceleration of block A is 0.59 meter per second square. ഇതെല്ലാരും ചെയ്യുന്നില്ലേ? ഓൺലൈൻ ക്ലാസ് ശ്രദ്ധിക്കാണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ പ്രോപ്പറായിട്ട് നടക്കും. അപ്പൊ നിങ്ങൾ ഓൺലൈൻ ആയിരുന്നോ ഓഫ്ലൈൻ ആയിരുന്നോ പഠിച്ചോന്നൊന്നും എക്സാമിന്റെ സമയത്ത് നോക്കൂല. അതുകൊണ്ട് ക്ലാസ് മര്യാദയ്ക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കുക. അതുപോലെ എല്ലാവരും നോട്ട് എഴുതിയെടുക്കണം. കോളേജിൽ വരുന്ന സമയത്ത് ഫുൾ നോട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, സോ ബ്ലോക്ക് എ ചെയ്തല്ലോ, ഇതേപോലെ ബ്ലോക്ക് ബി ചെയ്താൽ ബ്ലോക്ക് ബിന്റെ ആക്സലറേഷൻ കിട്ടും. ഓക്കെ, സോ നമുക്ക് ബ്ലോക്ക് ബിന്റെ ഡയഗ്രാം വരച്ചിട്ട് ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഞാൻ ഈ ഫോഴ്സ് ഒക്കെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്, കാരണം സെയിം സ്റ്റെപ്പാ. ഓക്കെ, വെയിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വെയിറ്റ് ഈസ് ഗിവൺ 500 ന്യൂട്ടൺ. ഓക്കെ, സോ വെയിറ്റിനെ 20 ഡിഗ്രി തന്നെയാണ് ഇൻക്ലിനേഷൻ. വെയിറ്റിനെ റിസോൾവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ദറ്റ് ഈസ് vertical component will be 500 cos 20 and horizontal component this is 500 sin 20. Okay, then reaction from the plane is RNB, upward direction, and here also block B is moving in downward direction. Okay, A യും B യും പ്ലെയിനിന്റെ മേലെ ഉണ്ടായിരുന്നു. റിലീസ് ചെയ്തപ്പോൾ രണ്ടും താഴോട്ടേക്ക് തന്നെ മൂവ് ചെയ്യുക. രണ്ടും തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല, പ്ലെയിനിൽ വെച്ചേക്കുവാണ്. ഓക്കെ, സോ ഇവിടെ മോഷൻ ഡൗൺവേർഡ് ആയതുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, എഫ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷനിൽ എഫ് ഈസ് ഈക്വൽ ടു 0.2 RNB. മ്യൂ RNB ആണല്ലോ. ഓക്കെ, ഇവിടെ ബ്ലോക്ക് ബിയും പ്ലെയിനും തമ്മിലുള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.2 ആണ് തന്നെ, ക്വസ്റ്റ്യനിൽ തന്നതാ. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. സോ 0.2 RNB. എ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഫോഴ്സസ് ഒക്കെ മാർക്ക് ചെയ്യാം. വെയിറ്റും ഫ്രിക്ഷണൽ ഫോഴ്സും റിയാക്ഷനും മാർക്ക് ചെയ്യാം. Okay, and here also horizontal direction, only motion is in horizontal x direction.
there is no motion in vertical direction. Okay, so we can write sigma Fi equal to 0. Okay, so ഏതൊക്കെയാണ് ഇവിടെ vertical force? You can see RNA upward direction and 500 cos 30 in downward direction. Okay. Okay, so write down the equation. Okay, RNB minus 500 sin 20 equal to 0. Okay, because RNB എന്ന് പറയുന്ന ഫോഴ്സ് upward force ആണ്. Then W sin 20 എന്ന് പറയുന്നത് downward force ആ. ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. Okay, from that RNB equal to 500 sin 20. Okay, then x നോക്കുക. x ഡയറക്ഷനിലെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഡയറക്ഷനിലാണ് മോഷൻ ഉള്ളത് അല്ലേ? x ഡയറക്ഷനിലാണ് ബോഡി താഴോട്ടേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആയിരിക്കും. ഓക്കെ, സോ നമുക്കത് എഴുതാം. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു മാസ് ഓഫ് ബ്ലോക്ക് ബി എം ബി ഇൻറ്റു ആക്സലറേഷൻ ഓഫ് ബ്ലോക്ക് എസ്. അത് താഴോട്ടുള്ളത് 500 കോസ് അല്ലേ? ആ കോസ് ആണ്, സൈൻ അല്ല കോസ് ആണ്. ഓക്കെ, മാറിപ്പോയത് അവിടെ. Okay, this one also cos. Okay. Okay, vertically y ഡയറക്ഷനുള്ള ഫോഴ്സാ. ഞാനിപ്പോൾ കമ്പോണന്റ് എടുത്തപ്പോൾ എഴുതിയപ്പോൾ മാറിപ്പോയതാ. ഓക്കെ, then horizontal ഡയറക്ഷനുള്ള ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ചെയ്യാം. ഓക്കെ, സോ ഈ എക്സ് ഡയറക്ഷനിൽ ഏതൊക്കെ ഫോഴ്സ് ഉണ്ട്? 500 സൈൻ 20 ഉണ്ട്, അതേപോലെ ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ അതിന്റെ ഡയറക്ഷൻ ഒന്ന് നോക്കിയേ. അതായത് 500 സൈൻ 20 ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ ആർ എൻ ബി. ഇതിൽ സൈൻ എങ്ങനെയാ കൊടുക്കുക? നമ്മൾ നോർമലി എടുക്കുന്ന സൈൻ കൺവെൻഷൻ അല്ല. മോഷൻ എങ്ങോട്ടേക്കാണോ ആ ഡയറക്ഷനിലെ ഫോഴ്സ് പോസിറ്റീവ് കൊടുക്കുക, അതിന് ഓപ്പോസിറ്റ് വരുന്ന ഫോഴ്സ് നെഗറ്റീവ്. ഇവിടെ 500 സൈൻ 20 മോഷന്റെ സെയിം ഡയറക്ഷനിലാണ്. ഓക്കെ, സോ വി ക്യാൻ പ്രൊവൈഡ് ഇറ്റ് എസ് പോസിറ്റീവ് വാല്യൂ. ഓക്കെ, സോ 500 സൈൻ 20 മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് മോഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, സോ മൈനസ് മ്യൂ ആർ എൻ ബി ഈക്വൽ ടു എം ബി ഇൻറ്റു എ ബി, mass of block B into acceleration of block B. Okay, so ഇതിൽ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. RNB ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ഓക്കെ, സോ 500 sin 20 മൈനസ് മ്യൂ ഇസ് ഗിവൺ 0.2 ഇൻറ്റു RNB ഓൾറെഡി കണ്ടുപിടിച്ചു 500 sin cos 20. ഓക്കെ, here it is cos 20 equal to mass of block B. Weight is given, so mass equal to 500 by 9.81 into acceleration. Okay, so ഇതിൽ എല്ലാ വാല്യൂസും നോൺ ആണ്. ഇതിൽ നിങ്ങൾ സോൾവ് ചെയ്താൽ ആക്സലറേഷൻ കിട്ടും. Acceleration of block B is 1.51 meter per second square. ഓക്കെ, സോ നമ്മൾ ഇപ്പം എന്താ കണ്ടുപിടിച്ചത്? രണ്ട് ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് രണ്ടിന്റെ ആക്സിലറേഷൻ അല്ലെ, ഇൻക്ലൈൻഡ് പ്ലെയിനിൽ അത് റിലീസ് ചെയ്താൽ താഴോട്ടേക്ക് മൂവ് ചെയ്യും. മൂവ് ചെയ്യുന്ന സമയത്തുള്ള അതിന്റെ ആക്സിലറേഷനാണ് കിട്ടിയത്. ബട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ ബ്ലോക്സ് ആർ റിലീസ്ഡ് സൈമുൾട്ടേനിയസ്ലി, കാൽക്കുലേറ്റ് ടൈം ടേക്കൺ ആൻഡ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ഈച്ച് ബ്ലോക്ക്
ബിഫോർ ദേ ആർ അറ്റ് ദ വേർജ് ഓഫ് കൊളീഷൻ. ഓക്കെ, സോ അത് രണ്ടും അവിടെ ആ പോയിന്റ് നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞിട്ടാണ് അത് കൂട്ടിമുട്ടുക, കൊളൈഡ് ചെയ്യുക, then എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടായിരിക്കും അത് കൊളൈഡ് ചെയ്യുക, അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ആക്സിലറേഷൻ വെച്ചിട്ട് ആ ടൈം കണ്ടുപിടിക്കാം. ഓക്കെ, ഞാൻ സെയിം ഫിഗർ ഇവിടെ എടുക്കുവാണ്. നമുക്ക് ഇപ്പം നമ്മൾ രണ്ട് കണ്ടുപിടിച്ചത് എന്താ, ആക്സിലറേഷൻ ഓഫ് ബ്ലോക്ക് എ ആൻഡ് ആക്സിലറേഷൻ ഓഫ് ബ്ലോക്ക് ബി. ഓക്കെ, ആൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ബ്ലോക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ്. 10 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടുന്ന് റിലീസ് ചെയ്താൽ എത്ര ഡിസ്റ്റൻസ് താഴോട്ടേക്ക് ട്രാവൽ ചെയ്തിട്ടായിരിക്കും ഇത് രണ്ടും കൂടി കൊളൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യാണ് ബ്ലോക്ക് കെ വിൽ മൂവ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്. ഓക്കെ, സോ ഇതിന്റെ പൊസിഷനിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് താഴോട്ടേക്ക് ബ്ലോക്ക് എ മൂവ് ചെയ്യും. സെയിം ടൈം ബ്ലോക്ക് ബി മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും, ടോട്ടൽ ഡിസ്റ്റൻസ് 10 പ്ലസ് എക്സ് വരും. ഓക്കെ, അതായത് ഇതിൽ ഈ രണ്ട് ബ്ലോക്കും ഈ പ്ലെയിനിൽ നിന്ന് റിലീസ് ചെയ്താൽ ബ്ലോക്ക് എ എക്സ് ഡിസ്റ്റൻസ് താഴോട്ടേക്ക് എത്തിക്കഴിഞ്ഞാലായിരിക്കും ബ്ലോക്ക് ബി വന്ന് ഇതിനെ കൊളൈഡ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ അസ്യൂം ചെയ്യുന്നു എ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എക്സ് ആണ് താഴോട്ടേക്ക്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ രണ്ടും കൂടി ഇവിടെ മീറ്റ് ചെയ്യുമ്പോൾ എത്തുന്ന ഈ പോയിന്റിൽ എത്തുമ്പോഴേക്ക് ബി ടോട്ടൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എക്സ് പ്ലസ് 10 ആയിരിക്കും. കാരണം എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 മീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ഇവിടെ എഴുതിയത്. ലെറ്റ് എക്സ് ബി ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബ്ലോക്ക് എ, then distance traveled by the block B in same time will be 10 plus x. ഓക്കെ, അത് മനസ്സിലായോ? ജസ്റ്റ് അസ്യൂം ചെയ്യാം, നമുക്കറിയില്ല എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാണ് അത് ബ്ലോക്ക് കൊളൈഡ് ചെയ്യാന്നുള്ളത്. നമ്മൾ അസ്യൂം ചെയ്യുന്നു എ എന്ന് പറയുന്ന ബ്ലോക്ക് താഴോട്ടേക്ക് എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാകുമ്പോൾ ആയിരിക്കും ബി വന്ന് അതിനെ കൊളൈഡ് ചെയ്യുക. ഓക്കെ, സോ സെയിം ടൈം എ എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേസമയം ബി ടോട്ടൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 10 പ്ലസ് എക്സ് ആ. കാരണം എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 10 ആണെന്ന്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് എന്റെ ഡിസ്പ്ലേസ്മെന്റ് എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബ്ലോക്ക് എ ഈസ് എക്സ്. ജസ്റ്റ് അസ്യൂം ചെയ്തതാണ് എക്സ് ആണെന്ന്. ഓക്കെ, സോ നമുക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ അറിയാം. വാട്ട് ഈസ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, സോ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ ടേമിൽ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, എസ് എ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ് എക്ക് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണ്. ഓക്കെ, സോ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും, ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, ഓർ എക്സ് ഈക്വൽ ടു, ഈ ബ്ലോക്ക് ഇനീഷ്യലി റെസ്റ്റിലായിരുന്നു, സോ ഇനീഷ്യൽ വെലോസിറ്റി വിൽ ബി 0. അപ്പോൾ ഈ ടേം യു ടി എന്ന് പറയുന്ന ടേം 0 ആയി പോകും. ഹാഫ് ഇൻറ്റു എ ടി സ്ക്വയർ, ആക്സിലറേഷൻ ഓഫ് ബ്ലോക്ക് എ ഈസ് 0.59 ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ, ഞാനൊരു 5 മിനിറ്റ് എക്സ്ട്രാ എടുക്കുന്നുണ്ട്, ഇതിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നിർത്തും. ഓക്കെ, സോ എക്സ് എന്ത് കിട്ടി, എക്സ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 0.59 ടി സ്ക്വയർ. ഇത് ബ്ലോക്ക് എൻ്റെതായിരുന്നു. ഓക്കെ, ബ്ലോക്ക് എന്റെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ, സിമിലർലി റൈറ്റ് ഡൗൺ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബ്ലോക്ക് ബി. ഓക്കെ, ബ്ലോക്ക് ബിന്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 10x. ഓക്കെ, സോ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 10 പ്ലസ് എക്സ്, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ബിന്റെ കേസിലും ഇനീഷ്യലി അത് ബ്ലോക്ക് പ്ലെയിനിൽ റെസ്റ്റിലായിരുന്നു, അവിടെ നിന്നാണ് അത് റിലീസ് ആയത്. സോ റെസ്റ്റിലായതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ,
ട്രസ്റ്റ് എന്നാണ് അത് റിലീസ് ചെയ്തത്. സോ ഹിയർ ഓൾസോ ഇനീഷ്യൽ വെലോസിറ്റി 0. ഓക്കെ, സോ വി വിൽ ഗെറ്റ് 10 plus x is equal to half at square. Here a means acceleration of block B. Okay, so B ന്റെ ആക്സിലറേഷൻ നമുക്കറിയാം എത്രയായിരുന്നു, 1.51. ഓക്കെ, ആൻഡ് എക്സ് ഓൾറെഡി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇപ്പൊ തൊട്ട് മുന്നേ എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ഈസ് ഈക്വൽ ടു 1/2.59 t സ്ക്വയർ. ഓക്കെ, സോ എക്സിനും ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബ്ലോക്ക് എ സോൾവ് ചെയ്തപ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റിന് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് എക്സ്. അതേപോലെ ബ്ലോക്ക് ബിന്റെ ആക്സിലറേഷനും അറിയാം. സോ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ടി കിട്ടും, ടൈം കിട്ടും. ഓക്കെ, ഈ ടേം ഇപ്പുറത്തേക്ക് എടുത്തതാണ്. ഓക്കെ, സോ 10 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 1.59 ടി സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു 0.59 ടി സ്ക്വയർ. ഓക്കെ, ഫ്രം ദാറ്റ് യു വിൽ ഗെറ്റ് ടി സ്ക്വയർ and from you can find t. 10 is equal to 0.46 t square. Then t is equal to 4.66 s. Okay, so 4.66 സെക്കൻഡ് കഴിയുമ്പോഴായിരിക്കും ഈ ബ്ലോക്ക് എയും ബിയും തമ്മിൽ കൊളൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതായിരുന്നു ക്വസ്റ്റ്യൻ. എത്ര ടൈം കഴിഞ്ഞിട്ടാണ് അത് കൊളൈഡ് ചെയ്യുക, അതുപോലെ എത്ര ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്. ദെൻ ടി കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽ നമുക്കറിയാം. ഓക്കെ, ഫോർ ബ്ലോക്ക് എ ഡിസ്റ്റൻസ് ട്രാവൽ എക്സ് ആണ്, അതിന്റെ ഇക്വേഷൻ ഉണ്ട്. സോ അതിൻ്റെ അകത്ത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ബ്ലോക്ക് എന്റെ ഡിസ്റ്റൻസ് ട്രാവൽ കിട്ടും. ആൻഡ് ഫോർ ബ്ലോക്ക് ബി ഡിസ്റ്റൻസ് ട്രാവൽ 10 plus x. ഓക്കെ, സോ അത് നിങ്ങൾ കണ്ടുപിടിക്കോ, കംപ്ലീറ്റ് ചെയ്യുവോ? ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യണേ. എത്രയാണ് ഡിസ്റ്റൻസ് കിട്ടിയതെന്നൊന്ന് ഗ്രൂപ്പിലിടണം. എക്സിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഓക്കെ, ഇത് ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാവരും ഒന്ന് റിപ്ലൈ ചെയ്തേ.